മോൾ എന്റെ കൂടെ വന്ന് കിടന്നോ. നിന്നെ എപ്പോഴും ഉറക്കുന്നത് പോലെ, രാജകുമാരിയെ പോലെ ഉറക്കം. വാ. അയ്യോ, വെള്ളം താഴെ പോയല്ലോ. അവരറിയാതെ ഇതിനകത്ത് ചവിട്ടി താഴെ വീണാലോ? അയ്യോ, ഈ കളി പുറത്തേക്ക് ഇറങ്ങിയോ? ഞാനും വരുന്നുണ്ട്. ഇത്ര നേരമായിട്ടും അവള് വന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ചെയ്തത്? ഇത് സിഹിയുടെ അസ്ഥിയാ. ഇതെന്തിനാ നിങ്ങൾ തള്ളിയിട്ടത്?
അയ്യോ, ഞാനല്ല സാധനെ, ഞാനല്ല. അതെ, ആ കുട്ടി. സിഹിയുടെ കർമ്മം നടക്കുന്ന ദിവസം ഇന്ന് കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കുടിച്ചു വന്നതും പോരാതെ ചിതാഭസ്മവും താഴെ കളഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചു വരാൻ വയ്യായിരുന്നു ചെറിയ. അച്ഛാ, അതൊന്നും സത്യാങ്കിളല്ല തള്ളിയിട്ടത്, ആ കള്ളിയാ. സിഹിയായത്. അയ്യോ റാം, സോറി മോനെ. ഐ ആം റിയലി സോറി റാം. എന്താ കാര്യം എന്നറിയോ? ഈ വീടെന്ന് ഇരുട്ട് നിറഞ്ഞാടാ മോനെ. സീതയും സിഹിയും വന്നു, വീണ്ടും വെളിച്ചവും വന്നു. ഇപ്പോ സിഹി നമ്മളെ വിട്ടുപോയി. നമ്മുടെ വീട് വീണ്ടും ഇരുട്ടിലായി പോയില്ല രാമ. ദൈവം വലിയൊരു പക്ഷപാതിയാ. അവൻ നല്ലവരുടെ കൂടെയാണെന്ന് എത്രയൊക്കെ പറഞ്ഞാലും അല്ല മോനെ. അവനില്ലേ ദുഷ്ടന്മാരുടെ കൂടെ രാമ. അവൻ വലിയ ദുഷ്ടനാ. സത്യ, നീ കരയില്ലടാ. കരഞ്ഞ് നീ അവനെ കൂടെ വിഷമിപ്പിക്കാതെ. സീതയുടെ വിഷമം മനസ്സിലാക്കിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ദുഃഖം സഹിച്ച് അവളുടെ മുമ്പിൽ ചിരിച്ച് കളിച്ച് നിൽക്കുക. പ്ലീസ്, നീ കരയിക്കില്ലടാ. ചിരിക്കേ. അപ്പോ ചിതാഭസ്മം ഒരുപാട് ദിവസം വീട്ടിൽ വെക്കണ്ട. സ്വാമിജി പറഞ്ഞ പോലെ നാളെ തന്നെ നിമഞ്ജനം ചെയ്യണം. നമ്മുടെ സിഹിമോൾക്ക് മോക്ഷം ലഭിക്കണം. ലഭിക്കുമെന്നോ? അന്ന് വെച്ചാൽ എന്താ? എന്താ സുബി, വെള്ളം വല്ലതും വേണോ? ഇതാ. എന്റെ ചക്കര മോള.
പറ്റി സുബി? Wait here. I am here. No fear. അവിടെ കണ്ട ചേച്ചിക്ക് ഞാൻ വെള്ളം കൊടുത്തു. അവരെന്നെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നു, മോളേന്ന് വിളിച്ചു. അപ്പൊ ആരോ എന്നെ വന്ന് കണ്ട് കള്ളി കള്ളിന്ന് വിളിച്ചു. അപ്പൊ അവിടുന്ന് എനിക്ക് വല്ലാത്ത പേടി തോന്നി. ഞാൻ ഓടി വന്നു. ഇപ്പൊ എനിക്ക് ആ ചേച്ചി മാത്രം ഓർമ്മ വരുന്നേ. എന്ന് വെച്ചാ നീ അവിടെ ഒരു സാധനം എടുത്തില്ലേ? അല്ല മോളെ, നീ അത്രയും നേരം ആ വീട്ടിൽ നിൽക്കുന്ന കണ്ടപ്പോ വലിയ എമൗണ്ട് കൊണ്ടുവരുമെന്നാ ഞാൻ കരുതിയത്. ഇപ്പൊ കൈയും വീശി വന്നേക്കുവാണോ? Why Subi this doing? ആ ബിൽഡർക്ക് കിട്ടിയ പൈസ എല്ലാം ഗീവിട്ട് ഇപ്പൊ നമ്മുടെ ഈ നോ മണി. ഈ സമയത്ത് നീ എംടി കൈയോടെ വന്നത് ദിസ് ഈസ് വെരി ബാഡിയാ. ഞാൻ അപ്പഴേ പറഞ്ഞതാ ഞാനങ്ങനെ പോവാമെന്ന്. ഞാൻ പോയിരുന്നെങ്കിൽ വലിയ എമൗണ്ട് തന്നെ അടിച്ചിട്ട് വന്നേനെ. ഇവള് വേസ്റ്റാ. സുബി, ഇതെവിടുന്ന ഈ പുതിയ ചെയിൻ? ഇതെവിടുന്ന് കിട്ടി? ഇത് ആ ശ്രീരാം ദേശായിയുടെയാ. അതുകൊണ്ടാ ഞാനിതെടുത്തേ. പ്യൂർ ഗോൾഡ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. സ്വർണമാ? ഇത് വിറ്റ് കഴിഞ്ഞാ സോ മച്ച് മണി കമ്മ അല്ലേ ഗ്രാൻഡ്പാ? ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില വെച്ച് നോക്കുമ്പോ അടിച്ചത് ജാഗ്പോട്ടാ മോനെ. കൊടുക്ക് സുബി, വിക്കണ്ടേ? അതെന്ത് പരിപാടിയാ? ഇത് വിറ്റാലല്ലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. അതിങ്ങോട്ട് തന്നെ. സുബി, ഇത് വിറ്റ് കഴിഞ്ഞാ ഒരാഴ്ചത്തെ ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നടക്കും. ഇങ്ങോട്ട് താ സുബി. ഞാൻ തരില്ല. മുത്തശ്ശ, അവളോട് അഴിച്ചു തരാൻ പറഞ്ഞേ. ഇവക്ക് ഈ സ്വർണ്ണം ഒന്നും ഒട്ടും ചേരില്ല. ഇവൾ ആരാ? മഹാരാജാവിന്റെ മോളാണോ? വിറ ചെയിൻ വേണമെങ്കിൽ അവള് വെച്ചോട്ടെ. അതിനെന്തിനാ ഇനി ബഹളം വെക്കുന്നേ? നിങ്ങൾ വാ, അവളെ വിളിക്ക്. ചെറിയച്ച ഇത്രയും നാൾ എവിടെയായിരുന്നു? എവിടെ പോയതാ? എന്താ വീട്ടിലേക്ക് വരാഞ്ഞത്? ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ വരണമെന്ന് തോന്നിയില്ലടാ. പക്ഷെ ഇപ്പോ മനസ്സ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് വന്ന റാം സിഹി എവിടെ? ഇത്രയും നേരം എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ മടിയിൽ കിടത്തി തലയിൽ തടവി ഉറക്കി എനിക്ക് ഉമ്മ വരെ തന്നു. സിഹി നിന്നെ മടിയിൽ കിടത്തിയെന്നോ? ആ, എനിക്ക് ചുമ വന്നപ്പോ വെള്ളം വരെ എടുത്തു തന്നു. അത് കഴിഞ്ഞ് എനിക്ക് വല്ലാതെ തണുത്തു. അവളെ പൊതപ്പെടുത്തേന് പൊതപ്പിച്ച് കിടത്തിയേ. എഴുന്നേറ്റ് നോക്കുമ്പോ അവളെ എവിടെയും കാണുന്നില്ല. അവൾ എവിടെ പോയതാ? ഇതെന്താ ഭാർഗവ്? സീത നടക്കാത്ത മാച്ചിന്റെ ഹൈലൈറ്റ്സ് ഒക്കെ വിളിച്ചു പറയുന്നുണ്ടല്ലോ. ഇത് വെറും തുടക്കമാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സീതമ്മ. ബെല്ലിക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആരാ അത്? ആ കള്ളിയാണോ? സിഹി, സിഹി. സീത, സിഹി ഇവിടെ തന്നെ ഉണ്ട്. ഏയ്, നീ എവിടെ പോയതായിരുന്നടി കള്ളി? നീ എന്നെ ഉറക്കിയിട്ട് കളിക്കാൻ പോയതായിരുന്നോ? കണ്ടോ ഇവളുടെ ഓരോ കുസൃതികള്? സത്യച്ചെറിയച്ച, ആ നിങ്ങളിപ്പോഴാ വന്നത്?
പൂജയ്ക്ക് വന്നയാണോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. ഇപ്പോഴേ പറഞ്ഞേക്കാം, ഞങ്ങളെ വീട്ടിന് എവിടെയും പോകാൻ പാടില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവണം. കേട്ടോ? കേട്ടോന്ന്? ആയിക്കോട്ടെ സീത, നീ പറയുന്ന പോലെ ചെയ്യാം. സിഹി, നീ സത്യങ്ങളോട് സംസാരിച്ചോ മോളെ? ആ, ഞങ്ങൾ രണ്ടുപേരും നേരത്തെ സംസാരിച്ചായിരുന്നു. ഇൻഫാക്ട് ഞങ്ങൾ കുറച്ചുനേരം ഇവിടെ കളിച്ചിരിക്കുകയായിരുന്നു. ഓ അതെയോ? ഞാനിതൊന്നും അറിഞ്ഞതേയില്ല. ക്ഷീണം വന്ന് കിടന്നതാ, അങ്ങനെ ഉറങ്ങിപ്പോയി. കുഴപ്പമില്ല മോളെ, കുഴപ്പമില്ല. സീത, നീ പോയി റെസ്റ്റ് എടുക്ക്. ഞങ്ങളൊക്കെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോ വഴക്കുറഞ്ഞതാ. ഇപ്പൊ കണ്ടില്ലേ, തലച്ചുറ്റി വീണില്ലേ? ശരിയാ, പെട്ടെന്ന് എന്താ അങ്ങനെ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നേയില്ല. ഇപ്പോഴും തലയ്ക്കൊരു കനം പോലെയുണ്ട്. സീത, ഒരുപാട് സ്ട്രെസ് എടുക്കണ്ട, നീ ഒന്ന് പോയി കിടക്ക്. ശരി റാം, ഇവള് റൂം ആകെ അലമ്പാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പോയി നോക്കട്ടെ. നിനക്ക് ഞാൻ ശരിയാക്കി തരുന്നുണ്ട്, നിക്ക്. കണ്ടില്ലേ ചെറിയച്ച സീതയുടെ അവസ്ഥ? റാം വന്നേ. നിങ്ങളുടെ മോള് കാണിച്ചു വെച്ചേക്കുന്ന കണ്ടില്ലേ ഇതൊക്കെ? ബെഡിലൂടെ ഒക്കെ ഓടിക്കളിച്ച് ആകെ വൃത്തിയേടാക്കി വെച്ചിട്ടുണ്ട്. അതാ ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നേ. പിന്നെ അവള് ലിപ്സ്റ്റിക് ഇട്ടിരുന്നു റാം, ഇവിടെ മൊത്തം ആക്കിയിരുന്നു. എന്നിട്ട് ഞാൻ അവൾക്ക് തുടച്ചു കൊടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ കിടക്കുമ്പോ എനിക്ക് വെള്ളം കൊണ്ടു തന്നു. ദേ നോക്കിയേ, ഇവിടെ എല്ലാം ആക്കിയേക്കുന്നത്. ഒരു മിനിറ്റ് നിക്കേ. സീത, ഇറ്റ്സ് ഓക്കെ, ഇതാ ഞാൻ ചെയ്യാം. വേണ്ട റാം, ഞാൻ തന്നെ ചെയ്തോളാം. ഇതൊക്കെ നമ്മുടെ സിഹിയുടെ പരിപാടിയാ. അപ്പു, സീത, ഇതെന്താ വെള്ളം താഴെ പോയോ? നിക്ക്, ഞാൻ ശ്വേതയെ വിളിക്കാം. അമ്മേ അമ്മേ, വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. നമ്മുടെ സിഹിയുടെ ഓരോ പരിപാടികൾ ഇതൊക്കെ. സിഹിയുടെ റാം, എന്താ സീത? കണ്ടോ നമ്മള് സിഹിമോൾ എത്ര നന്നായിട്ട് അമ്മയെന്ന് എഴുതി വെച്ചേക്കുന്നേ. സിഹി എഴുതിയെന്നോ? ആറാം, അവളല്ലാതെ വേറെ ആരും എഴുതാൻ ഇതൊക്കെ? അല്ല സീത, സിഹിക്ക് എങ്ങനെ ഇതൊക്കെ എഴുതാൻ കഴിയുന്നേ? അതെന്ത് ചോദ്യവാ? ലിപ്സ്റ്റിക് വെച്ച് എഴുതിയേക്കുന്നേ. അപ്പു, നീ ഒന്നിങ്ങോട്ട് വന്നേ. സീത, ഞാൻ പോരാട്ടാ. അമ്മയെന്ന് എത്ര രസമായിട്ടാ സീനെ എഴുതിയേക്കുന്നേ. എപ്പോഴും സീതമ്മേന്നല്ലേ നീ വിളിക്കാറ്? എന്നിട്ടിവിടെ അമ്മന്ന് എഴുതിയേക്കുന്നേ. ഒരുപാട് സന്തോഷമായി എനിക്ക്. ഇത് ഞാൻ മായ്ക്കുന്നില്ല, ഇതിങ്ങനെ തന്നെ നിന്നോട്ടെ. അപ്പോ എന്താടാ ഇത്? കണ്ണാടിയുടെ മേലെ അവള് തന്നെ അമ്മ എന്നൊക്കെ എഴുതിയിട്ട് സി എഴുതിയതാന്നൊക്കെ പറയുന്ന എന്താ? മേമ, പക്ഷെ അത് സീതയുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ല.
അല്ല അപ്പോ നീ എന്തീ പറഞ്ഞു വരുന്നേ? അപ്പൊ അത് സിഹി എഴുതിയതാണെന്നോ? അതിനപ്പോ അങ്ങനെ എഴുതാൻ സിഹി ഇല്ലല്ലോ. ഇത് സീത തന്നെ എഴുതി വെച്ചതായിരിക്കും. അപ്പോ സീത ഇപ്പോ അവളുടേതായൊരു ലോകത്താ ജീവിക്കുന്നത്. അവൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ല. എനിക്ക് പോലും ഇപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയില്ല മേമ. അപ്പോ സീതയ്ക്ക് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവളുടെ അവസ്ഥയാകെ കൈവിട്ടു പോവും മോനെ. അവളെ എനിക്ക് ആദ്യത്തെ പോലെ തന്നെ കാണണം. എന്റെ മരുമോളുടെ കൂടെ എന്റെ മകൻ സന്തോഷായിട്ടിരിക്കുന്നത് കാണണം. നിങ്ങൾ രണ്ടുപേരും സന്തോഷായിട്ട് ജീവിക്കുന്നത് കാണണം. അപ്പോ അവളെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അവൾക്കൊരിക്കലും പഴയ സീതയാവാനാവില്ല. റാം, മേമ, സീത വിളിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം.